ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഓടി വാ, എനിക്ക് തൊഴിലുറപ്പിന് പോകണം. അങ്ങനെ രാവിലെ ഇതാ അടുക്കളപ്പണിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും കുറച്ച് ദോശമാവും കാപ്പിപ്പൊടിയും കൂടി വാരി അങ്ങ് മുഖത്ത് തേച്ച് അടുക്കളപ്പണിയെല്ലാം ചെയ്ത് ഏകദേശം ആയപ്പോഴേക്കും അത് ഉണങ്ങി. അപ്പോഴേക്കും ഞാനതിനെ കഴുകി കളഞ്ഞു കേട്ടോ. കാപ്പിപ്പൊടിയും ദോശമാവും മാത്രമാണ്. അങ്ങനെ അരിയൊക്കെ അടുപ്പിലായി. ഒരു 9 മണി 8:45 ആകുമ്പം തൊഴിലുറപ്പ് സൈറ്റിലോട്ട് പോകണം. അതിനുള്ള തിരക്കാണ്. അങ്ങനെ അരിയെല്ലാം ഇട്ടു, കഴുകിക്കളഞ്ഞു, സൂപ്പറായി. എല്ലാവരും ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞ് ഞാനിതാ ടാറ്റ ബൈ ബൈ പൂവൊക്കെ വെച്ച് റെഡിയായാണ് തൊഴിലുറപ്പിന് പോണത്. സ്വന്തമായിട്ട് തൊഴിലുറപ്പിന് പോകണമെങ്കിൽ കല്യാണത്തിന് പോകണം എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു വയ്പ്പ് പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വിശ്രമവേളയിൽ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പയ്യനതാ വന്നു. ഞാൻ പിന്നെ അവിയൽ വെച്ചു. പിന്നെ ഇന്നലത്തെ മീൻ പൊരിച്ചതിൻ്റെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ രസം, ഇന്നത്തെ മല്ലിക്കറി, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ച ഊണും രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞത്. അവരെല്ലാം കാപ്പി കുടിച്ച് തകർക്കുകയാണ്. നമ്മളെ പയ്യൻ എന്താ ഇവിടെ വായി നോക്കി നിൽക്കുകയാണ്, നമ്മളോട് സംസാരിക്കണതാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവരുടെയും സപ്പോർട്ടോടെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങളെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ പണി സൈറ്റിൽ നിന്ന് എത്തി. അത് കഴിഞ്ഞ് ഞാനിതാ വന്ന് കുറച്ച് വേസ്റ്റൊക്കെ കിടന്നു. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും കരിയിലയാണോ കേട്ടോ. കരിയിലയൊക്കെ ഒന്ന് ചുട്ട് കരിച്ച് കളയാമെന്ന് വിചാരിച്ചപ്പം കൊതുകും പോവും, നമുക്ക് നല്ലൊരു ആശ്വാസമൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഉച്ച ഊണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് സൈറ്റിലെത്തി. അങ്ങനെ വൈകുന്നേരം ഒരു 3:30 മണിയായപ്പം കട്ടൻ ചായ ഇടുന്ന പരിപാടിയാണ്. അങ്ങനെ എല്ലാവർക്കും കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുക്കണ നമ്മുടെ അമ്മ മാതാവാണ് ഇതായിരിക്കണത്. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പറയത്തക്ക ഒരു കാര്യങ്ങൾ. നമ്മളെ കവിതാശ്രിത ഇവിടെ ഇരുന്ന് ഫോണിൽ കുത്തയാണ്. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതാണ് കേട്ടോ. ഒരു മീൻ ചട്ടിയിൽ കുറച്ച് മരിച്ചിനിയല്ല കേട്ടോ, ചക്കയും ചോറും എല്ലാം കൂടെ ഇട്ട് വെട്ടി മെഴുകിക്കൊണ്ടാണ് ഞാൻ തൊഴിലുറപ്പ് സ്ഥലത്തോട്ട് ഓടിയത്. അത് കഴിഞ്ഞ് വന്നതാ കുറച്ച് പണികളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തൊഴിലുറപ്പിന് പോയതാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെ ഇത് തന്നെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും താങ്ക് യു. പണി സൈറ്റിൽ കട്ടൻ ചായ കുടിയൊക്കെ തിളപ്പിപ്പും കുടിയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവുകയാണ്, വീടുകളിലോട്ട് പോണു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളെ വീട്ടിന് താഴെ സ്കൂളാണ്. സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ പോണ തിരക്കാണ്, സ്കൂൾ വിട്ട് പോണതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കാണലൊക്കെ കുറവാണ്, കമൻ്റ് ഇടണം. പിന്നെ വൈകുന്നേരമായി, കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ 2 പാത്രങ്ങളാകുന്നു, അതിനെല്ലാം കഴുകി പറക്കി വച്ചിട്ട് ഇനി അടുത്ത് കുളിയൊക്കെയാണ്. അങ്ങനെ എല്ലാവർക്കും താങ്ക് യു. നല്ലൊരു കാഴ്ച കണ്ട് നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞു പോകാം. ടാറ്റാ.